ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. നമുക്കങ്ങനെ ഫൈനലി പുതിയ ക്രെറ്റ ഫേസ് ലിഫ്റ്റിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്പൈഡ് ഇമേജ്, അതായത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഇമേജസ് കിട്ടിയിരിക്കുകയാണ്. ഞാനതിൻ്റെ ക്രെഡിറ്റ്സ് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്തായാലും ഇത്രയും കാലം നമ്മൾ ഹ്യുണ്ടായി തന്നെ ഒഫീഷ്യലി പുറത്തു വിട്ടിട്ടുള്ള കുറച്ച് ടീസറും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്നാൽ ഇപ്പം നമുക്ക് ഈ വണ്ടിയുടെ ഡിസൈൻ കറക്റ്റ് എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു വൈറ്റ് കളർ വണ്ടിയാണ്. ആൻഡ് ആദ്യം തന്നെ എക്സ്റ്റീരിയർ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ മേജർ ആയിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് പ്രൊഫൈലിലൊക്കെ നോക്കുകയാണെങ്കിൽ മൊത്തം മാറ്റങ്ങളാണ്. അതായത് ഇപ്പോൾ ഗ്രില്ല് മാറി, പുതിയ ഗ്രില്ലാണ് വന്നിരിക്കുന്നത്. അത് ഹ്യുണ്ടായുടെ ഏറ്റവും ലേറ്റസ്റ്റ് സാന്റാഫെ അതുപോലെ പാലിസൈഡ് തുടങ്ങിയ വണ്ടികളിലൊക്കെ ആ ഒരു പാറ്റേൺ ആണ് ഇതിൻ്റെ അകത്ത് ഡിസൈനിൽ ഫോളോ ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ ഗ്രില്ലിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മളിപ്പം മുകളിലത്തെ ആ DRLs ഒക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ അതും വ്യത്യാസമുണ്ട്. കുറേ പേരൊക്കെ ഞാൻ ഇതിനു മുമ്പ് ഈ വണ്ടിയുടെ വീഡിയോ ഇട്ട സമയത്ത് വെന്യൂ ആയിട്ട് തോന്നുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് ശരിയാണ്, വെന്യൂ ഏകദേശം ഇതുപോലെയാണ്. പക്ഷേ വെന്യൂവിനൊക്കെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് മാത്രം. അതായത് വെന്യൂവിൽ നമുക്ക് ഇപ്പോഴും നോർമൽ ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെയാണുള്ളത്. പക്ഷേ ഇതിൻ്റെ അകത്ത് അങ്ങനെയൊന്നുമല്ല. പ്രോപ്പറായിട്ടുള്ള DRLസും അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും സംവിധാനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ടോപ്പ് പോർഷനിൽ കാണുമ്പം അവിടെയാണ് DRLസും കണക്റ്റഡ് DRLസിൻ്റെ എലമെൻസും സാധനങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഈ ഫ്രണ്ടിൽ കണക്റ്റഡ് ലൈറ്റ്സ് വരുന്നത് എനിക്ക് പേഴ്സണലി SUVകൾ അങ്ങനെ വലിയ മോശമായിട്ട് തോന്നാറില്ല. അതെൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ്. എനിവേ എൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ ഒരു ബ്ലാക്ക് ഹൗസിങ്ങിനകത്തായിട്ടാണ് അവർ ഇതിൻ്റെ മെയിൻ ഹെഡ്ലൈറ്റ്സ്, അതായത് LED ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അത് രണ്ടെണ്ണമായിട്ട് കൊടുത്തിട്ടുണ്ട്. മിക്കവാറും ഒരെണ്ണം ബീം അടുത്ത ഹൈ ബീം അങ്ങനെ ആയിരിക്കും. ബമ്പറിൻ്റെ ഡിസൈൻ നമ്മൾ പണ്ടത്തെ വണ്ടി വെച്ച് നോക്കുമ്പോൾ നല്ല വ്യത്യാസം തന്നെ വന്നിട്ടുണ്ട്. സ്കിഡ് പ്ലേറ്റ്സ് ഒക്കെ ഇപ്പോൾ കുറച്ചും കൂടെ വലുതാണ്. മാത്രമല്ല ആ ഒരു ഓവറോൾ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ തന്നെ അതിൽ നല്ല രീതിയിൽ നമുക്ക് വ്യത്യാസം കാണാൻ പറ്റും. സോ ഇതാണ് ഈ വണ്ടിയുടെ ഫ്രണ്ട് പ്രൊഫൈൽ. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ അങ്ങനെ പറയത്തക്ക വ്യത്യാസമൊന്നും കാണാനില്ല എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം ഡോർ ഹാൻഡിൽസ് സെയിം ആണ്, ഡോറിൻ്റെ ഡിസൈൻ സെയിം ആണ്, ORVMs സെയിം ആണ്, വണ്ടിയുടെ മൊത്തത്തിലുള്ള പ്രൊപ്പോർഷൻസ് സെയിം ആണ്. ഈവൻ അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന പാറ്റേൺസും കട്ട്സ് ആൻഡ് ക്രീസസ് ഒക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ പണ്ടത്തെ പ്രീ ഫേസ് ലിഫ്റ്റ് ക്രെറ്റ അല്ലെങ്കിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ക്രെറ്റയിൽ കണ്ടിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. ഈവൻ ആ സി പില്ലറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആ സിൽവർ ഫിനിഷും അവർ ഇതിനകത്ത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് വ്യത്യാസം വരുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്ന പോലെ തന്നെ അലോയ് വീൽസിൻ്റെ ഡിസൈനിലാണ്. പുതിയ അലോയ് വീൽ ഡിസൈനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. എനിക്കിത് കണ്ടിട്ട് 18 ഇഞ്ചായിട്ട് തോന്നുന്നില്ല, 17 ഇഞ്ച് പോലെ തന്നെയാണ് തോന്നുന്നത്. പക്ഷേ എന്തായാലും വണ്ടി വരുമ്പം ഈ ഒരു പുതിയ അലോയ്സിൻ്റെ ഡിസൈൻ ഫേസ് ലിഫ്റ്റിൽ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണല്ലോ അലോയ് വീൽസ് ഡിസൈൻ മാറുന്നത്. അത് ഇതിൻ്റെ അകത്തും സംഭവിച്ചിട്ടുണ്ട്. പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ അവിടെ നമുക്ക് വ്യത്യാസം കാണാൻ പറ്റും. ഇതിപ്പോഴും ഡ്യുവൽ ടോൺ ഡയമണ്ട് കട്ട് ഫിനിഷിൽ വരുന്ന അലോയ് വീൽസ് തന്നെയാണ്. ഇനി അടുത്തതായി റിയർ പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും കാര്യമായിട്ടുള്ള വ്യത്യാസം തന്നെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയാം. അതായത് ഈ വണ്ടിയിൽ ബേസിക്കലി ഫേസ് ലിഫ്റ്റ് എന്ന് പറയുമ്പം അവർ ഫ്രണ്ടും ബാക്കും ആണ് നല്ല രീതിയിൽ തന്നെ വ്യത്യാസം വരുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ബാക്കിലേക്ക് വരികയാണെങ്കിൽ തന്നെ പണ്ടത്തെ ക്രെറ്റയിൽ വളരെ വലിയ ടെയിൽ ലാംപ്സ് ഒക്കെ ആയിരുന്നു കൊടുത്തിരുന്നത്, താഴെ വരയ്ക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. എനിക്ക് പേഴ്സണലി അത് അത്രയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. അതിപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നോക്കുകയാണെങ്കിലും എനിക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ കണ്ട് ശീലമായതിൻ്റെ ഒരു ഓക്കെ ആയിട്ടുള്ള ഒരു തോന്നലുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷേ എന്നാൽ ഈ വണ്ടിയിലേക്ക് വരുമ്പോഴേക്കും ടോപ്പ് പോർഷനിലാണ് ഇതിൻ്റെ മെയിൻ ലൈറ്റ്സ് എല്ലാം കൊടുത്തിരിക്കുന്നത്. DRLs പോലെ തന്നെ അതുമായിട്ട് സിമിലാരിറ്റി ഉള്ള രീതിയിലാണ് ഈ വണ്ടിയുടെ ബാക്കിലത്തെ ടെയിൽ ലാംപ്സിൻ്റെ ഇൻസേർട്സും അതുപോലെ അതിനകത്ത് കണക്ഷൻ എലമെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ ഒരു ബ്ലാക്ക് ഹൗസിങ്ങിൻ്റെ അകത്താണ് ഇതിൻ്റെ ടെയിൽ ലാംപ്സ് എല്ലാം കൂടെ അവർ ചെയ്തിരിക്കുന്നത്. എനിക്ക് പേഴ്സണലി കണ്ടിട്ട് വലിയ കുഴപ്പം തോന്നിയില്ല, നന്നായിട്ട് തന്നെയാണ് തോന്നിയത്. പ്രീ ഫേസ് ലിഫ്റ്റ് ക്രെറ്റ വെച്ച് നോക്കുമ്പോൾ ഇതാണ് എനിക്ക് തമ്മിൽ കുറച്ചുകൊണ്ട് നന്നായിട്ട് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻസിൽ പറയാം, കാരണം ഇത് ജസ്റ്റ് എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ്. പിന്നെ ഇതിൻ്റെ താഴത്തായിട്ട് അവർ റിഫ്ലക്ടറും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബമ്പറിൻ്റെ ഡിസൈനിൽ വ്യത്യാസമുണ്ട്. സ്കിഡ് പ്ലേറ്റ്സ് ഇവിടെയും കുറച്ചും കൂടെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. ആൻഡ് കർവ്ഡ് ആയിട്ടുള്ള സ്കിഡ് പ്ലേറ്റ്സ് അല്ല, കുറച്ചും കൂടെ ഒരു കൈൻഡ് ഓഫ് സ്ക്വയറിഷ് ടൈപ്പിലിരിക്കുന്ന സ്കിഡ് പ്ലേറ്റ്സിൻ്റെ ഡിസൈനാണ് ഇവരിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ബാക്കിൽ സ്പോയിലർ അവൈലബിൾ ആണ്, വൈപ്പർ വാഷർ ഡിഫോഗർ അവൈലബിൾ ആണ്, റൂഫിൽ ഷാർക്ക് ഫിൻ ആൻറ്റിന അവൈലബിൾ ആണ്. പിന്നെ പാനോറാമിക് സൺറൂഫ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഡെഫിനറ്റ്ലി ഈ ഒരു വാഹനത്തിലുണ്ടായിരുന്നു. ഇനി ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ സ്പൈ ഷോട്ട്സ് ഒന്നും ഇല്ല. പക്ഷേ ഹ്യുണ്ടായി തന്നെ അത്യാവശ്യം നല്ല ഇമേജസ് ഒക്കെ ഇപ്പോൾ പുറത്ത് വിട്ടിട്ടുണ്ട്. അവർ ആദ്യം ഒരെണ്ണം വിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇപ്പോൾ 2-3 ഇമേജസും കൂടെ പുതിയതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ വണ്ടിയിൽ ഒരു ഡ്യുവൽ ടോൺ അപ്രോച്ചാണ് അവർ ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ പിടിച്ചിരിക്കുന്നത്. അത് കാണാൻ നല്ല രസമുണ്ട്, കാരണം ഒരു എയറി ഫീലുള്ള ക്യാബിനായിട്ടാണ് ഇവർ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡോറിൻ്റെ ഡിസൈനൊക്കെ, അതായത് ഡോർ പാഡ്സിൻ്റെ ട്രിമിലും സാധനങ്ങളൊക്കെ സെയിം ആണ്. പണ്ടത്തെ സെയിം ഡോർ ഹാൻഡിൽസിൻ്റെ ഡിസൈൻ അതുപോലെ പാറ്റേൺസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷേ ഡാഷ് ബോർഡിലേക്ക് വരുമ്പോഴേക്കും അവിടെ നമുക്ക് വ്യത്യാസം കാണാൻ പറ്റും. കാരണം പണ്ടത്തെ മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇത് എഗെയിൻ അവരുടെ ലേറ്റസ്റ്റ് പാലിസൈഡ് സാന്റാഫെ പോലുള്ള വണ്ടികളുമായിട്ട് കുറച്ചൊക്കെ ഇൻസ്പിറേഷൻ എടുത്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ സെൽറ്റോസിൽ കണ്ട ആ ഒരു സിമിലർ ട്രീറ്റ്മെൻറ്റ് വരുന്ന കണക്റ്റഡ് സ്ക്രീൻസ് ആണ് ഇതിൻ്റെ അകത്തും കൊടുത്തിരിക്കുന്നത്. രണ്ടും 10.25 ഇഞ്ച് സൈസ് വരുന്ന ഡിസ്പ്ലേസ് ആണ്, അതായത് ഇൻഫോടൈം സിസ്റ്റം അതുപോലെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററും. പിന്നെ നമുക്ക് ഇൻഫോടൈം സിസ്റ്റത്തിന് കാർ പ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ സപ്പോർട്ടൊക്കെ തീർച്ചയായും ഉണ്ട്. പിന്നെ ബ്ലൂ ലിങ്കിന് കണക്റ്റഡ് കാർട്ടൊക്കെ തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് ആകെപ്പാടെ കുറച്ച് ഓടായിട്ടിരിക്കുന്ന ആ സ്ക്രീൻ ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുന്ന സ്ഥലത്തുള്ള
ആ ഒരു സംഭവം, അതായത് നിങ്ങളിപ്പോൾ പാസഞ്ചർ സൈഡിൽ ഇരിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ചെറിയൊരു ഒരു അൺഈവൻ ആയിട്ടുള്ള സംഭവം തോന്നുമായിരിക്കും. അതിങ്ങനെ എടുത്ത് മുകളിലേക്ക് ഇരിക്കുന്നുണ്ട്. അതായത് ഞാൻ അതിൻ്റെ സൈഡിലത്തെ കട്ടൗട്ടാണ് പറഞ്ഞത്. അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ഡാഷ്ബോർഡ് ഡിസൈനൊക്കെ വളരെ നല്ലതാണ്. ഇതിൻ്റെ അകത്ത് മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും എല്ലാം നമ്മൾ കാണുമ്പോൾ ഒരു റിച്ച് ഫീൽ ഉണ്ട്. അത് സോഫ്റ്റ് ടച്ച് ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. സോഫ്റ്റ് ടച്ച് ആണോ ഇല്ല നമുക്ക് വണ്ടി വരുമ്പോൾ നോക്കാം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. എന്തായാലും ഇതിനകത്ത് കണ്ടിട്ട് മെറ്റീരിയൽസ് ഒക്കെ നന്നായിട്ട് തന്നെയാണ് തോന്നിയിരിക്കുന്നത് എനിക്ക്. പിന്നെ ഇതിൻ്റെ ഓട്ടോ എ സിയുടെ കൺട്രോൾസ്, അത് നമ്മൾ ആദ്യത്തെ സ്പൈ ഷോട്ട് വന്നപ്പം അത് ടച്ച് ഫംഗ്ഷൻ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് ആക്ച്വലി ടച്ച് അല്ല. അതിൻ്റെ അകത്ത് 2 റോട്ടറി നോബ്സും അതുപോലെ തന്നെ നമുക്ക് ഫിസിക്കലായിട്ടുള്ള ബട്ടൺസും തന്നെയാണ് വരുന്നത്. ഡ്യുവൽ സോൺ ഓട്ടോ എ സി ആണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്, സെൽട്ടോസ് പോലെ തന്നെ. അതെന്തായാലും നല്ലൊരു ഫീച്ചറായി. മാത്രമല്ല നമുക്ക് അതിൻ്റെ കൺട്രോൾ പാനൽ പണ്ടത്തെ മോഡൽ വെച്ച് നോക്കുമ്പോൾ വ്യത്യാസമുണ്ട്. പക്ഷേ എന്നാൽ ടച്ച് ആക്കിയ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാൻ അവർ നോക്കിയിട്ടുമില്ല. സോ അതാണ് ഈ വണ്ടിയുടെ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ. പിന്നെ ബാക്കിയുള്ള ഫീച്ചേഴ്സിലേക്ക് വരികയാണെങ്കിൽ 360° ക്യാമറ ഇതിൻ്റെ അകത്ത് പുതിയതായിട്ട് ആഡ് ആയിട്ടുണ്ട്. പിന്നെ അഡ്വാൻസ്ഡ് ടവർ റെസിസ്റ്റൻസ് സിസ്റ്റം, അതായത് എഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സും നമുക്കിപ്പോൾ ഈ പുതിയ ക്രെറ്റ ഫേസ് ലിഫ്റ്റിൽ അവൈലബിൾ ആണ്. പിന്നെ അതല്ലാണ്ട് വേറെ കുറേ ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഉണ്ടായിരുന്നു. അതിപ്പം ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ആയിക്കോട്ടെ, വയർലെസ് ചാർജർ ആയിക്കോട്ടെ, ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ് ആയിക്കോട്ടെ, എയർ പ്യൂരിഫയർ ആയിക്കോട്ടെ, അങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് ഇപ്പോഴും അവൈലബിൾ ആണ്. പിന്നെ പുതിയതായിട്ട് ഇവർക്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കാൻ പ്രത്യേകിച്ച് ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നും ഇല്ല. അതുകൊണ്ട് കുറേയൊക്കെ ഫീച്ചേഴ്സ് സെൽട്ടോസുമായിട്ട് നമുക്ക് സിമിലാരിറ്റി തോന്നും. പണ്ടൊക്കെ സെൽട്ടോസും ക്രെറ്റയും തമ്മിൽ കുറച്ച് ഫീച്ചേഴ്സിന് ഡിഫറൻസിയേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ പാനോറാമിക് സൺറൂഫ് അത് ക്രെറ്റയിലുണ്ട്, സെൽട്ടോസിലില്ല. 360° ക്യാമറ പണ്ട് സെൽട്ടോസിലുണ്ടായിരുന്നു, ക്രെറ്റയിലില്ല. അങ്ങനത്തെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ അത് ഓൾമോസ്റ്റ് എലിമിനേറ്റ് ആയി എന്ന് തന്നെ പറയാം. 2 വണ്ടികളും വളരെ സിമിലർ ആയിട്ടുള്ള ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റാണ് വരുന്നത്. കറക്റ്റ് ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റ് അറിയണമെങ്കിൽ നമ്മൾ ജനുവരി 16 വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം അപ്പോഴാണ് ഈ വാഹനത്തിൻ്റെ ഒഫീഷ്യൽ ലോഞ്ച് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് അതൊരു പ്രോപ്പർ ലോഞ്ച് ആയിരിക്കും. ഇത്രയും കാലം അത് റിവീൽ ആയിരിക്കുമോ അല്ലയോ എന്നുള്ളൊരു സംശയം നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഹ്യുണ്ടായി ഇപ്പോൾ തന്നെ ഈ വണ്ടിയുടെ ഇമേജസ് ഒക്കെ പുറത്തു വിട്ട് തുടങ്ങിയ സ്ഥിതിക്ക് ഇനിയിപ്പം അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് റിവീലായിട്ട് നടത്തേണ്ട കാര്യമൊന്നുമില്ല. അതായത് ആദ്യം വണ്ടി കാണിച്ച് പിന്നെ ലോഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കൂടുതൽ ചാൻസും ഈ വണ്ടി ആ സമയത്ത് ലോഞ്ച് ചെയ്യാൻ തന്നെയാണെന്ന്. എന്ന് വെച്ചാൽ നമുക്ക് പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ ജനുവരി 16 തന്നെ അറിയാനാണ് ഇവിടെ ഇപ്പോൾ കൂടുതൽ സാധ്യതയുള്ളത്. ഇനി അതല്ലാണ്ട് പ്ലാറ്റ്ഫോം എഞ്ചിൻ ഓപ്ഷൻസ് ഒക്കെ വരികയാണെങ്കിൽ പഴയ K2 പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഈ വണ്ടി വരുന്നത്. എഞ്ചിൻ ഓപ്ഷൻസും ഓൾമോസ്റ്റ് സെയിം ആണ്. 1.5 NA പെട്രോൾ ഇതിൻ്റെ അകത്തുണ്ട്, 115 PS പവർ, 144 Nm ടോർക്ക്. അത് CVT ഓട്ടോമാറ്റിക്കലും അതുപോലെ മാനുവൽ ട്രാൻസ്മിഷനും അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് 1.5 ലിറ്റർ CRDI ടർബോ ഡീസൽ എഞ്ചിൻ, കോമൺ റെയിൽ ഡയറക്ട് ഇഞ്ചക്ഷൻ ഡീസൽ എഞ്ചിൻ അവൈലബിൾ ആണ്. അതും 115 bhp വേരിയബിൾ ജോമെട്രി ടർബോ ചാർജറുള്ള ഡീസൽ എഞ്ചിനാണ്. 250 Nm ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഈ എഞ്ചിൻ നമുക്ക് 6 സ്പീഡ് മാനുവലും അതുപോലെ തന്നെ ടോർക്ക് കൺവേർട്ടർ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും അവൈലബിൾ ആയിരുന്നു ക്രെറ്റയിൽ. പുതിയ മോഡൽ വരുമ്പം അവരത് IMT ആക്കോ ഇല്ലയോ എന്നുള്ള സംഭവമാണ് നമ്മളിനി കണ്ടറിയേണ്ടത്. സെൽട്ടോസിൽ ഇപ്പം ഡീസൽ IMT മാത്രമേ ഉള്ളൂ, ഡീസൽ മാനുവൽ ഇല്ല, അതായത് പ്രോപ്പർ മാനുവൽ ഇല്ല. എനിക്ക് തോന്നുന്നു അതവർ ക്രെറ്റയിൽ അങ്ങനെ ആക്കില്ലായിരിക്കുന്നത്. കാരണം ഇങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ ഇനിയിപ്പോൾ അവർക്ക് സെൽട്ടോസും ക്രെറ്റയും നമ്മൾ ഡിഫറൻസിയേഷൻ വെക്കാൻ പറ്റുള്ളൂ. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇതിൻ്റെ അകത്ത് 1.5 TGDI പെട്രോൾ എഞ്ചിൻ വന്നിട്ടുണ്ട്. നമ്മൾ ഈ അടുത്ത് സെൽട്ടോസിലും വെർണയിലും അതുപോലെ കാരൻസിലും LKSR-ലൊക്കെ നേരത്തെ കൊടുത്തതാണ്. ഇത് 160 PS പവറും 253 Nm ടോർക്കുമാണ് പവർ ജനറേറ്റ് ചെയ്യുന്നത്. മിക്കവാറും ഇതിന് മാനുവലുണ്ടാവും, കാരണം വെർണ മാനുവലിൽ ഹ്യുണ്ടായി കൊടുക്കുന്നുണ്ട്. 6 സ്പീഡ് മാനുവലാണ്. പിന്നെ 7 സ്പീഡ് TCT ഓട്ടോമാറ്റിക്കും ഉണ്ടാവും. എന്തായാലും ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.